നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ പി.വി. അൻവർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയത് UDF-നെ ആയിരുന്നു. പിണറായിക്കെതിരെയും പിണറായിസത്തിനെതിരെയും എന്ന് പറഞ്ഞ് നിയമസഭാ അംഗത്വം രാജിവെച്ച് ഗോദയിലേക്ക് ഇറങ്ങുന്ന പി.വി. അൻവർ പക്ഷേ UDF-നാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് പണി കൊടുത്തത്. നിലമ്പൂരിൽ താൻ രാജിവെച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ DCC പ്രസിഡന്റായ VS ജോയിയെ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം എന്നുവരെ ഇന്ന് പി.വി. അൻവർ പറഞ്ഞു കളഞ്ഞു. ശരിക്കും UDF-ന് തലയ്ക്ക് കിട്ടിയ ഒരു അടിയായിപ്പോയി. അൻവറിനെ ഉപയോഗിച്ച് ഇടതുമുന്നണിക്കും പിണറായി വിജയനുമെതിരെ ശക്തമായ ചില നീക്കങ്ങൾ നടത്താമെന്നുള്ള UDF-ന്റെ വ്യാമോഹത്തിന് ആദ്യം പണി കിട്ടി. പി.വി. അൻവർ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് വരുമെന്നും ആ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം UDF പിടിച്ചെടുത്താൽ അതോടുകൂടി ഇടതുഭരണത്തിൻ്റെ മരണമണി മുഴങ്ങുമെന്നാണ് UDF നേതാക്കളെല്ലാം കരുതിയിരുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ. എന്നാൽ നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ലെന്നും അതിനു പകരം തൻ്റെ പിന്തുണ DCC പ്രസിഡന്റ് VS ജോയിക്കാണെന്നുമുള്ള പി.വി. അൻവറിൻ്റെ ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ UDF-ന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയാണ്. കാരണം UDF-ലില്ലാത്ത, കോൺഗ്രസിലില്ലാത്ത ഇടതുമുന്നണിയുടെ ഒരു സ്വതന്ത്ര അംഗമായിരുന്ന പി.വി. അൻവർ തൻ്റെ നിയമസഭാ സാമാജികത്വം രാജിവെച്ചതിന് ശേഷം പുറത്തിറങ്ങി താൻ UDF-ന് പിന്തുണ നൽകുമെന്നും അങ്ങനെ പിന്തുണ നൽകുമ്പോൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റായ VS ജോയിയെ നിർത്തണമെന്നും, എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ, കോൺഗ്രസിൻ്റെ സീനിയർ നേതാവും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തരുതെന്നുമാണ് പി.വി. അൻവർ പറഞ്ഞു കളഞ്ഞത്. ഇത് UDF പ്രതീക്ഷിച്ചില്ല, മുസ്ലിം ലീഗ് പ്രതീക്ഷിച്ചില്ല, കോൺഗ്രസ് പ്രതീക്ഷിച്ചില്ല. കാരണം താനിപ്പോൾ വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും അത് മലയോര മേഖലയിലെ കുടിയേറ്റക്കാരായ ക്രൈസ്തവരെയാണ് കൂടുതൽ ബാധിക്കുക എന്നും അതുകൊണ്ടൊരു ക്രിസ്ത്യാനിയായ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വേണമെന്നുമാണ് പി.വി. അൻവർ ഇന്ന് പറഞ്ഞു കളഞ്ഞത്. താൻ നിയമസഭാംഗത്വം രാജിവെച്ച് കിട്ടുന്ന ഒഴിവിൽ ആരെ MLA ആക്കണമെന്ന് വരെ UDF-നോട് അങ്ങോട്ട് കയറി ആജ്ഞാപിക്കുന്ന നിലയിലേക്ക് എത്തി പി.വി. അൻവറിൻ്റെ കാര്യങ്ങൾ. അപ്പോഴാണ് UDF നേതാക്കൾക്കൊരു സംശയം തോന്നിയത്. അൻവർ അക്ഷരാർത്ഥത്തിൽ പിണറായിക്കെതിരാണോ അതോ UDF-ന്റെ സാധ്യതകൾ നശിപ്പിക്കാൻ ഇറങ്ങിയ ആളാണോ? ഈ സംശയമാണ് അൻവറിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം UDF നേതാക്കളിലും കോൺഗ്രസ് നേതാക്കളിലും, എന്തിന് അൻവറെ 100% പിന്തുണയ്ക്കുന്ന ലീഗ് നേതാക്കളിൽ പോലും ഇത്തരത്തിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കളെല്ലാം അൻവറിൻ്റെ ഈ പ്രസ്താവനയിൽ അസ്വസ്ഥരാണ്. നിലമ്പൂരിൽ ആര് UDF സ്ഥാനാർത്ഥിയാകണം എന്ന് UDF-ഉം കോൺഗ്രസുമാണ് തീരുമാനിക്കുക. അതിന് ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയിരുന്ന രാജിവെച്ച് പുറത്തിറങ്ങിയ അൻവറിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും തങ്ങൾക്ക് വേണ്ട എന്നാണ് UDF നേതൃത്വം പറയുന്നത്. എന്നാൽ അൻവറിൻ്റെ പിന്തുണ കിട്ടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് ജയിക്കുക സാധ്യമല്ല. മുസ്ലിം ലീഗ് ആകട്ടെ അൻവർ പറയുന്ന ഒരാളെ നിർത്താനേ ഇപ്പോൾ പറയുകയുള്ളൂ. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് അക്കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ആര്യാടൻ ഷൗക്കത്ത് 2016 അൻവറിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. മാത്രമല്ല ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ കൂടിയാണ്. ആര്യാടനുമായി കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെല്ലാം വളരെ വ്യക്തിബന്ധമുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ വളരെ ആദരിക്കുന്നയാളാണ്. കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലയിലെ തകർച്ചയ്ക്ക് പിന്നിൽ ആര്യാടൻ്റെ കൈകളാണെന്നൊക്കെ, അല്ലെങ്കിൽ ആര്യാടൻ്റെ അപ്രമാദിത്വമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബത്തെ അങ്ങോട്ട് വെറുതെ അവഗണിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ പി.വി. അൻവറിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം കോൺഗ്രസിനെയും UDF-നെയും കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുന്നത്. അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു യാഥാശ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു അശ്വമേധം നടത്താമെന്നായിരുന്നു UDF നേതൃത്വം കരുതിയെങ്കിലും ഇപ്പോൾ പി.വി. അൻവർ UDF-ന് തന്നെ പാരയാകുന്ന അവസ്ഥയാണ്.